ആറ്റുനോറ്റുള്ള ആ കാത്തിരിപ്പ് വെറുതെയായില്ല. നിലമൊരുക്കി വിത്തിട്ട് വെള്ളം ഉറപ്പാക്കി വളം പകർന്നവർ തന്നെ 3 മാസങ്ങൾക്ക് ശേഷം വിളവ് കൊയ്തു. ചെളിയിൽ ചവിട്ടിയും കൈത്തോട്ടിൽ കളിച്ചും കൃഷിയോട് ഉല്ലാസത്തോട് ചേർന്ന് നിന്ന കുട്ടികളാകെ കൊയ്ത്തിന് തൊഴിലാളികൾ കണക്കെ പാടത്തിറങ്ങി. കൊയ്ത്തരിവാളിൽ മുറിഞ്ഞ കതിരുകൾ അവർ കറ്റകളാക്കി. 180 ദിവസം കൊണ്ട് ഫലം കിട്ടുന്ന തരത്തിലുള്ള നെല്ലാണ് ചെന്നെല്ല്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഫലപ്രാപ്തിയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് അതിന്റെ കൊയ്ത്തുത്സവമാണ് നടക്കുന്നത്. കോഴിക്കാട് ശാസ്താംപടി ഏലായിലെ കൊയ്ത്ത് അക്ഷരാർത്ഥത്തിൽ ഉത്സവമായി. മാതൃഭൂമി സീഡിന്റെ പഴയ കതിർ പുതിയ കൈകളിൽ എന്ന പദ്ധതിയാണ് ശാസ്താംപടി ഏലായിൽ സമൃദ്ധി വിളയിച്ചത്. ചെന്നല്ലെന്ന ഇനമാണ് കൃഷി ചെയ്തത്. പരിപാലനം പൂർത്തിയാക്കി 92ാം നാളിൽ കതിരുകൾ കുഞ്ഞിക്കൈകളാൽ തന്നെ കൊയ്തെടുത്തു. പാടശേഖര സമിതി അംഗം ചന്ദ്രൻ ഉണ്ണിത്താനായിരുന്നു കൃഷിയുടെ മേൽനോട്ടം. കുട്ടി കർഷകർക്ക് മാർഗനിർദ്ദേശമായത് അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ തന്നെ. അടുത്ത തലമുറയിൽപ്പെട്ട ആളുകൾ ഈ കൃഷിയിൽ ജാഗരൂകരായിട്ട് വരാനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇത് തന്നല്ല, പുഞ്ചയിൽ ഇപ്പം വിത വന്നപ്പോഴും കുട്ടികളെ കൊണ്ടുപോയി അത് കാണിച്ചു. അപ്പോൾ കേരളത്തിലെ പഴയ കൃഷി രീതിയായ തിരിപ്പ്, കുണ്ടകൻ, പുഞ്ച ഈ 3 സീസണിലും ഈ കുട്ടികളെ പരിചയപ്പെടുത്തുകയും അതെങ്ങനെയാണ് അതിൻ്റെ കൃഷി രീതി, അതിൻ്റെ വിളവെടുപ്പ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ അവരോട് പറയുകയും അവർക്ക് കഴിവുള്ളത്രയും മനസ്സിലാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കൃഷി ഓഫീസർ വി വിപിൻ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർക്കും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്കും രക്ഷിതാക്കൾക്കുമെല്ലാം മേഖലയിലെ കൃഷി പുതിയ അനുഭവമാണ് സമ്മാനിച്ചത്. മാതൃഭൂമി സീഡിന്റെ ഭാഗത്തു നിന്ന് ഒരു പദ്ധതിയാണ് പഴയ കതിർ പുതിയ കൈകളിലേക്ക് എന്നുള്ള പദ്ധതി. ഇത് പ്രകാരം ചെന്നെല്ല് എന്നുള്ള ഒരു വെറൈറ്റിയാണ് ഇവിടെ നമ്മൾ കൃഷി ചെയ്തത്. അപ്പോൾ കുട്ടികൾക്ക്, പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും ഇനി പുതിയ ജനറേഷനെ ഇതിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. ശാസ്താംപടി ഏലായിൽ കഴിഞ്ഞ ഒക്ടോബർ 9-നായിരുന്നു വിത്തെറിഞ്ഞത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ നമുക്കൊപ്പം ചേർന്നുണ്ട്. അഭിലാൽ, ഇന്നത്തെ ജനറേഷനിൽ അല്ലെങ്കിൽ വരുന്ന തലമുറയിലെ എത്രത്തോളം കുട്ടികൾക്ക് ഈ കൃഷിയെക്കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ പാടത്തിറങ്ങി കൃഷി ചെയ്യാനും ഉള്ള ഭാഗ്യം കിട്ടും നമുക്കറിയില്ലല്ലേ. എന്തായാലും പൂഴിക്കാട് ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കൃഷി പഠിക്കാനും പാടത്തിറങ്ങാനുമുള്ള ഭാഗ്യം കിട്ടിയെന്ന് തന്നെ പറയാമല്ലേ. കൃഷികാര്യങ്ങളോട് വളരെ ചെറുപ്രായത്തിൽ സ്വാഭാവികമായും കുട്ടികൾക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടാകും. കൂടാതെ ചെളിയിൽ ചവിട്ടാനും കൈത്തോട്ടിൽ കുളിക്കാനും ഒക്കെ വലിയ ഉത്സാഹവുമായിരിക്കും. ചുരുക്കത്തിൽ ഈ ഉത്സാഹത്തോടൊപ്പം കൃഷി കൂടി ചേരുംപടി ചേർക്കുകയാണ് അധ്യാപകരും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ കൂടി ചെയ്തത്. ഈ ചെറുപ്രായത്തിൽ കൃഷിയോട് ഈ പ്രായത്തിലുള്ള ആളുകൾ അടുപ്പം പുലർത്തിയാൽ ഭാവിയിൽ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കൃഷി മാറും. അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖല അവർ തിരഞ്ഞെടുത്താൽ പോലും ഭാഗികമായി കൃഷിയെ ഒപ്പം കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. ചുരുക്കത്തിൽ അങ്ങനെ ഒരു മനഃശാസ്ത്രം കൂടി ഈ കൃഷിയുടെ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. മാതൃഭൂമി സീഡ് പത്തനംതിട്ട ജില്ലയിൽ 2 സ്കൂളുകളിലാണ് പഴയ കതിർ പുതിയ കൈകളിൽ എന്ന പദ്ധതി നടപ്പാക്കിയത്. അതിൽ ഒന്ന് പൂഴിക്കാട് ഗവൺമെൻറ് UP സ്കൂളാണ്, മറ്റൊന്ന് വെച്ചൂച്ചിറ നവോദയ സ്കൂളാണ്. 2ഇടത്തും കൃഷി ഉണ്ടായിരുന്നു. നവോദയ സ്കൂളിലെ കൃഷി വൈകാതെ തന്നെ കൊയ്തെടുക്കുകയും ചെയ്യും. എന്തായാലും നാട്ടുകാരുടെ വലിയ ഉത്സാഹമുണ്ടായിരുന്നു. ഒപ്പം തന്നെ രക്ഷകർത്താക്കളുടെ പിന്തുണയുണ്ടായിരുന്നു, കൃഷി വകുപ്പിൻ്റെ സഹകരണം ഉണ്ടായിരുന്നു. അങ്ങനെ മികച്ച നിലയിൽ 3 മാസം പിന്നിടുന്ന ഘട്ടത്തിൽ കൊയ്ത്ത്. ശരി അഭിലാൽ, എന്തായാലും പൂഴിക്കാട് ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ, അവരുടെ അധ്യാപകർ, രക്ഷകർത്താക്കൾ, നാട്ടുകാർക്കൊക്കെ വലിയൊരു കയ്യടി കൊടുക്കുകയാണ്.